മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ശ്രീശങ്കര ജയന്തി ആഘോഷം വർണ്ണാഭമാക്കാൻ അദ്വൈത ഭൂമി ഒരുങ്ങി. ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷന്റെയും കാലടി സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മെയ് 11 ശ്രീശങ്കര ദിഗ്വിജയ ആഘോഷങ്ങൾ നടക്കും. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയിൽ അതിവിപുലമായ പരിപാടികളോടെയാണ് ശ്രീശങ്കര ജയന്തി ആഘോഷം നടക്കുന്നത്. ഈ വർഷം മെയ് 10, 11, 12 തീയതികളിൽ കാലടി ശൃംഗേരി മഠത്തിൽ വച്ച് ശ്രീശങ്കര ദിഗ്വിജയാഘോഷം നടക്കും. കാലടി ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷനും കാലടി മാണിക്യമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രവും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. HRDS ഇന്ത്യ, പൗർണമിക്കാവ് ട്രസ്റ്റ് തുടങ്ങിയവയുടെ സഹകരണവും ഉണ്ടാകും. പുരസ്കാര സമർപ്പണം, മാതൃവന്ദനം, ഗുരുവന്ദനം, കാരുണ്യ സഹായ വിതരണം, വിദ്യാഭ്യാസ സഹായ വിതരണം തുടങ്ങിയ വിവിധ പരിപാടികൾ ശ്രീശങ്കര ദിഗ്വിജയാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷൻ ചെയർമാൻ TS ബൈജു പറഞ്ഞു. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയിൽ ശ്രീ ശങ്കര ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. മെയ് മാസം 10, 11, 12 തീയതികളിലായിട്ട് അദ്വൈതം 2024 ശ്രീ ശങ്കര ദിഗ്വിജയമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഈ അദ്വൈത മഹാസംഗമത്തിൽ വെച്ച് മൈസൂർ മഠാധിപതി പൂജനീയ ശ്രീ ശങ്കരഭാരതി സ്വാമികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശ്രീശങ്കര ദിഗ്വിജയത്തിന് ഭദ്രദീപം തെളിയിക്കുന്നതോടൊപ്പം തന്നെ അദ്വൈത സംഗമത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ, HRDS ഇന്ത്യയുടെ പ്രസിഡന്റ് ഗുരു ആത്മനമ്പി സ്വാമികൾ, അതേപോലെ പൗർണമിക്കാവ് ട്രസ്റ്റി MS ഭുവനേന്ദ്രൻ, ഭാഗവതാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽജി എന്നീ ആധ്യാത്മിക നേതാക്കന്മാർ ഈ അദ്വൈത സംഗമത്തിൽ പങ്കെടുക്കുന്നു. ഈ സംഗമത്തിൽ വെച്ച് 1500ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണ സഹായമാണ് നമ്മൾ നൽകുന്നത്. അതോടൊപ്പം മാതൃവന്ദനം, ഗുരുവന്ദനം, പുരസ്കാര സമർപ്പണം എന്നിവയും ഈ അദ്വൈത മഹാസംഗമത്തിൽ വെച്ച് നടക്കുകയാണ്. അദ്വൈത ഭൂമിയായ ആദിശങ്കരൻ്റെ ജന്മഭൂമിയിൽ നടക്കുന്ന വിവിധ ശങ്കരജയന്തി ആഘോഷങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷനും സായി ശങ്കര കേന്ദ്രവും ആഗ്രഹിക്കുന്നത്. എല്ലാ ട്രസ്റ്റുകളും ആദിശങ്കര ജയന്തി ആഘോഷിക്കുന്നുണ്ട്. അതെല്ലാം ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ ശൃംഗേരി മഠത്തിൽ ഒരുമിച്ച് ചേരണം. വരും വർഷങ്ങളിൽ അതൊരു ജനകീയ ഉത്സവമാക്കി മാറ്റണം. ഈ നാടിൻ്റെ ഒരു ദേശീയോത്സവമാക്കി ശങ്കര ജയന്തിയെ മാറ്റിയെടുക്കുക എന്നാണ് ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷനും സായി ശങ്കര ശാന്തി കേന്ദ്രവും ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഈ നാട്ടിലെ എല്ലാ വിഭാഗം വരുന്ന ജനമനസ്സുകളെയും ഭക്തരെയും ഈ ആദിശങ്കര പുണ്യഭൂമിയിലേക്ക് മെയ് മാസം 11 തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന അദ്വൈത മഹാസംഗമത്തിലും ശ്രീശങ്കര ദിഗ്വിജയ സമ്മേളനത്തിലേക്കും പങ്കെടുക്കണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഭാഗവതാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽജിക്ക് ശ്രീശങ്കരാചാര്യ പുരസ്കാരവും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ടിന് കനകധാര പുരസ്കാരവും സമ്മാനിക്കും. ശൃംഗേരി മഠം വേദ അധ്യാപകൻ HR നരേന്ദ്ര ഭട്ട്, കാലടി ശ്രീശങ്കര കോളേജ് റിട്ടയേർഡ് അധ്യാപിക പ്രൊഫസർ S ലത എന്നിവർ ഗുരുവന്ദനം ഏറ്റുവാങ്ങും. ശ്രീശങ്കര ജയന്തി ആഘോഷം കാലടിയുടെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ പറഞ്ഞു. ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പുണ്യഭൂമിയായി മാറിയ കാലടിയിൽ ശങ്കര ജയന്തി ആഘോഷം ഈ വർഷം സായി ശങ്കര ശാന്തി കേന്ദ്രവും ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷനും ചേർന്ന് വിവിധ ട്രസ്റ്റുകളുടെ സഹകരണത്തോടെ പുതിയ രൂപത്തിൽ നടത്തുകയാണ്. കഴിഞ്ഞ വർഷം ശ്രീശങ്കര സങ്കേത് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച്
ശങ്കരജയന്തി ആഘോഷം നടത്തുകയുണ്ടായി. ഈ വർഷം അതിൻ്റെ തുടർച്ചയായി 1500ഓളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും കുടയും വാട്ടർ ബാഗും ഒക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസ സഹായമാണ് ചെയ്യുന്നത്. അതൊരു വലിയ പരിപാടിയാണ്. ശങ്കരജയന്തിക്ക് സാധാരണ കാണാറുള്ള വർഷം തോറുമുള്ള പരിപാടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനകീയമായി ജനോപകാരപ്രദമായി ജയന്തി ആഘോഷങ്ങൾ നടത്തണമെന്നും നടക്കണമെന്നും അത് നാട്ടുകാരുടെ ആകെ ഒരു ഉത്സവമായി മാറണമെന്നുമുള്ള ആഗ്രഹത്താലാണ് ഈ വർഷം ഇങ്ങനെ വിദ്യാഭ്യാസ സഹായം നൽകിക്കൊണ്ട് നടത്താൻ ശങ്കര ജയന്തി ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. 11 വൈകിട്ട് 3 മണിക്ക് അദ്വൈത സംഗമം ആരംഭിക്കും. HRDS ഇന്ത്യ പ്രസിഡന്റ് ഗുരു ആത്മനമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശൃംഗേരി മഠം മാനേജർ പ്രൊഫസർ എ സുബ്രഹ്മണ്യ അയ്യർ അധ്യക്ഷനാകും. കേരള കൗമുദി കൊച്ചി യൂണിറ്റ് ചീഫ് പ്രഭു വാര്യർ, സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ പർവീൻ ഹഫീസ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗം EK നുസ്രത്ത് ജഹാൻ, പ്രമുഖ സംരംഭക പ്രീതി പ്രകാശ് പറക്കാട്ട് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും ശ്രീശങ്കര സാങ്കേത് ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.